ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ മഴയെന്ന് പറഞ്ഞാൽ ഭീകര മഴ. പാതി കുളിക്കാത്ത പാതി ഞാൻ ഇറങ്ങി. കാരണം നമ്മുടെ ബെഡ്ഷീറ്റുകൾ നനയ്ക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ബ്ലാങ്കറ്റുകളെല്ലാം പുറത്ത് ഞാൻ വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഒരു മഴക്കാർ കണ്ടതുകൊണ്ട് എടുത്ത് അകത്തിട്ടിട്ടാണ് കുളിക്കാൻ കയറിയത്. സാധാരണ മഴക്കാർ കണ്ടങ്ങനെ മഴ പെയ്യണമെന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ ആ ബ്ലാങ്കറ്റ് എടുത്ത് അകത്തിട്ടത് നന്നായി. മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴ കേട്ടോ. എന്നിട്ട് മുകളിലാണ് ബെഡ്ഷീറ്റുകളെല്ലാം വാഷ് ചെയ്തിട്ടിരുന്നത്. അത് ഈ പിശറെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ വീഴില്ലേ, നമ്മുടെ ട്രിവാൻഡ്രത്ത് പിശറെന്നാണ് കേട്ടോ പറയുന്നത്. പിശറടിച്ച് നനയത്തില്ലേ, അതുകൊണ്ട് പിന്നെ കുളിച്ച പാതി കുളിക്കാത്ത പാതി ഇറങ്ങി. കാരണം ഞാനിന്നങ്ങ് നട്ടയത്ത് പോവാണ്. അപ്പോൾ അതെല്ലാം ഉണക്കി പറക്കി മടക്കിയൊക്കെ വെച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഉണങ്ങി കിടക്കായിരുന്നു, മഴ പെയ്യുമ്പോൾ പിശറടിച്ചിട്ട് നനയും. അങ്ങനെ കുളിച്ച പാതി കുളിക്കാത്ത പാതി ഇറങ്ങി ഓടി ബെഡ്ഷീറ്റെല്ലാം എടുത്തിട്ട് വന്നത് ഇങ്ങനെ മഴയും നോക്കി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ വസ്ത്രയിൽ സ്റ്റോക്ക് വന്നാൽ അത് തീരുന്നവരെ എനിക്ക് ഇരിക്കാനുള്ള സമയം കിട്ടില്ല. എൻക്വയറീസ് ഇടുന്തോറും എൻക്വയറീസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ വളരെ കുറച്ചേ എടുക്കത്തുള്ളൂ. അപ്പോൾ അത് മിക്കവാറും അപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും. പക്ഷേ വരുന്ന മെസ്സേജസിന് കയ്യും കണക്കുണ്ടാവില്ല. ഇതിനെല്ലാം നമുക്ക് റിപ്ലൈ കൊടുക്കണ്ടേ. ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. അതിന് തന്നെ കുറേ സമയം എടുക്കും കേട്ടോ. അങ്ങനെ ഇന്ന് ഇത്രയും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടുവന്ന് ഞാൻ DTDCയിൽ കൊടുത്തു. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും DTDC വഴി ഹോം ഡെലിവറി ഉണ്ടോയെന്ന്. ഹോം ഡെലിവറി ഉണ്ടെങ്കിൽ DTDC വഴി അല്ലെങ്കിൽ പോസ്റ്റ് വഴി ആയിരിക്കും അയക്കുന്നത്. പിന്നെ ചില DTDCയിൽ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഹോം ഡെലിവറി കാണിക്കും. ചില DTDCകളിൽ അവർ കൊണ്ടു കൊടുക്കുന്ന പാട് കരുതിയിട്ട് പറയും ഇല്ല, ഹോം ഡെലിവറി ഇല്ല, വന്നെടുക്കാൻ പറയും. അപ്പോൾ കസ്റ്റമേഴ്സിനോട് നമ്മൾ പറയും, ഇങ്ങോട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞാൽ നമ്മളത് ഇവരോട് പറയും. ഇവർ കാരണം ഹോം ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞാലേ നമ്മളതിൽ വിട്ടത്. അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ച് കംപ്ലയിൻറ്റ് എനിക്ക് അവിടെ വീട്ടിൽ തന്നെ എത്തിക്കണമെന്ന് പറയുമ്പോൾ അവർ എത്തിക്കാറുണ്ട്. ചിലർ എന്നോട് വിളിച്ച് പറയില്ല, അവർ ചെന്ന് എടുക്കാൻ പറയുമ്പോൾ ചെന്ന് എടുക്കും, എന്നിട്ട് ആണ് നമ്മളോട് പറയുന്നത്. പക്ഷേ നമ്മളോട് വിളിച്ച് പറഞ്ഞാൽ നമ്മളത് ക്ലിയർ ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ച് ബാക്കി വന്നത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുകയാണ്, ഹോം ഡെലിവറി ഇല്ലാത്തത്. പോസ്റ്റ് ഓഫീസ് വന്നപ്പോൾ ഇവിടെ തലവേദന പിടിച്ച കാര്യം കേട്ടോ. പോസ്റ്റ് ഓഫീസ് സമയം ഒരുപാട് എടുക്കും. ചില സമയങ്ങളിൽ സൈറ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ പാക്കേജ് അയക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ എറർ കാണിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ സമയം പോസ്റ്റ് അടിച്ച് ഇവിടെ ഇരുന്ന് എപ്പോഴും ഉണ്ടാവും പോസ്റ്റ് ഓഫീസിലും DTDCയിലും കൊറിയർ അയക്കാൻ. അതിൽ ഏറ്റവും തലവേദന എനിക്ക് പോസ്റ്റ് ഓഫീസിൽ വരുമ്പോഴാട്ടോ. കുറേ സമയം എടുക്കും. അവരുടെ സൈറ്റ് ഇഷ്യൂ കാര്യങ്ങൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. എന്നിട്ട് ഞാനിവിടെ ഒരു മാജം ഫ്രീ കയറിയപ്പോഴേക്കും നമ്മുടെ ദേവിൻ്റെ വറുത്ത കടലമാവിൽ മുക്കിയ കപ്പലിട്ടിരിക്കുന്നു. അതൊരു പാക്കറ്റ് വാങ്ങിച്ച് പൊട്ടിച്ച് അങ്ങോട്ട് കൊണ്ട് വച്ചിട്ട്, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ കൊറിയർ ഓഫീസിൽ ചെന്ന് കൊറിയർ അയച്ച് കഴിഞ്ഞാലും നമ്മുടെ ജോലി കഴിഞ്ഞില്ല, ഇനിയുണ്ട് ജോലി. ഞാൻ സത്യസന്ധമായിട്ട് പറയാൻ വന്ന കാര്യം അതല്ല. ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഇരിക്കുന്നത് തന്നെ. സമയം 1:30 മണിയായി കേട്ടോ. രാവിലെ 2 പഴവും 5 ബദാമും കഴിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. എനിക്ക് വിശക്കുകയും ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കാല് കഴിച്ചിട്ട് പാടില്ല. അങ്ങനെയാണ് കുറച്ച് സമയം അവിടുത്തെ ചെയറിൽ കയറി ഇരുന്നത് കേട്ടോ. അത്രയ്ക്ക് എനിക്ക് വയ്യ. എന്നിട്ട് ഇത് ഇപ്പോഴാണ് വന്നിട്ട് ആ കപ്പലണ്ടി പൊട്ടിച്ച് കഴിക്കുന്നത്. എനിക്കൊരു ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചായ കുടിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ഇപ്പം എന്നാലും സമയമുണ്ട്, പക്ഷേ എനിക്ക് വയ്യ, ചായ ഇട്ട് കുടിക്കാൻ വയ്യ. ചായ ഇടാൻ പിന്നെ അതിൻ്റെ പാത്രം കഴുകണം, അത് കഴുകണം, ഇത് കഴുകണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ചായ ഇടണ്ട. അങ്ങനെ ഇങ്ങനെ ഇരിക്കാം. വൈകിട്ട് എന്തായാലും നെട്ടയത്ത് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞത് ഞാനിന്നൊന്നും വച്ചില്ല കേട്ടോ. എന്നിട്ട് പോലും എനിക്ക് സമയം ഉണ്ടായില്ല. രാവിലെ വേദയ്ക്ക് ഞാൻ ചോപ്പൂസാണ് കൊടുത്തു വിട്ടത്. പിന്നെ ഉച്ചയ്ക്ക് നൂഡിൽസും കൊടുത്തു വിട്ടു. ഞാനൊന്നും ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. എനിക്ക് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല, കഴിക്കാൻ തോന്നിയതുമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൊറിയർ അയച്ച ശേഷം വന്ന് ഫോൺ എടുത്തിട്ട് കൊറിയർ സ്ലിപ്പെല്ലാം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അതിലിതുപോലെ DTDC വഴിയാണ് അയച്ചത്. 3 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ പറയുക, ഹോം ഡെലിവറി പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ പറയാമെന്നൊക്കെ പറഞ്ഞ് ഒരു വോയിസ് മെസ്സേജ് ഈ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും അയച്ചു കൊടുക്കും കേട്ടോ. അതിലെല്ലാം പാട് ഈ ഫോണിൽ നിന്ന് അവരുടെ നമ്പർ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് കേട്ടോ. ആ പേരിങ്ങനെ അടിക്കുമ്പോൾ കുറേ, ഇപ്പോൾ ഒരു ആര്യ ഉണ്ടെന്ന് വയ്ക്കാം, ഒരു 10-20 ആര്യമാർ അതിലുണ്ടാവും. അതിലേത് ആര്യയാണെന്ന് കണ്ടുപിടിക്കണം. ഈ എന്ത് പാടാണെന്നറിയോ. കാരണം നമ്മളിൽ നിന്ന് വാങ്ങുന്ന എല്ലാ നമ്പേഴ്സും ഞാൻ സേവ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഒരു പേരുള്ള 10 പേരെങ്കിലും ഉണ്ടായി. 10 പേര് ഞാൻ തള്ളിയതാണ്, ഒരു 5 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് കൺഫ്യൂഷനായിരിക്കും കേട്ടോ, ഇതിലേതാണെന്ന്. പിന്നെ ഓരോ ചാറ്റും എടുത്ത് നോക്കണം, അതിലേതാണെന്നുള്ളതൊക്കെ നോക്കി. എൻ്റെ അമ്മോ എന്തൊരു തലവേദന. നമ്മൾ കരുതും ഇതൊക്കെ ഭയങ്കര നിസ്സാരമെന്ന് കരുതും, പക്ഷേ രസമുണ്ട് കേട്ടോ. നമുക്ക് സമയം പോവും, ഒരു 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 പ്രത്യേക രസമുണ്ട്. അപ്പോൾ അതാണ് വസ്ത്രയുടെ കാര്യമെന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അഗാരയുടെ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റമാണ് പരിചയപ്പെടുത്തി തരുന്നത്, വിത്ത് 50 പീസസ് ഓഫ് സ്ട്രിപ്സ് ആൻഡ് ലാൻസെറ്റ്സ്. പിന്നെ ഒരു ഗ്ലൂക്കോമീറ്റർ മെഷീനും വരുന്നുണ്ട്. ഇതൊരു ഫാസ്റ്റ് ബ്ലഡ് ഷുഗർ ടെസ്റ്റിംഗ് ഡിവൈസ് ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. വെരി സിമ്പിൾ ടു യൂസ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ആക്യുറേറ്റ് റിസൾട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50 പീസസ് ഓഫ് സ്ട്രിപ്സും ലാൻസെറ്റ്സും വരുന്നുണ്ട്. ഗ്ലൂക്കോമീറ്റർ മെഷീൻ വരുന്നുണ്ട്, ഒരു ക്യാരി കേസ് വരുന്നുണ്ട്, പിന്നെ ഒരു ലാൻസിങ് ഡിവൈസും വരുന്നുണ്ട്. ഈ ലാൻസിങ് ഡിവൈസിൽ
9 പ്രിക്കിംഗ് പോയിന്റ് ഉണ്ട്. 1 1.5 2 2.5 3 3.5 4 4.5 ആൻഡ് 5. പിന്നെ ഇതിൻ്റെ ബാറ്ററി വന്നിട്ട് കോയിൻ സൈസ് ബാറ്ററി ആട്ടോ. ഭയങ്കര ഈസിയാണ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുക, ആ കോയിൻ സൈസ് ബാറ്ററി അതിലേക്ക് വയ്ക്കുക, ക്ലോസ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഗ്ലൂക്കോമീറ്റർ ഓൺ ആയിട്ട് വരും. ഇതിൽ നമുക്ക് ടൈം, ഡേറ്റ്, മന്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഫസ്റ്റ് ഈ ലാൻസിങ് ഡിവൈസിൻ്റെ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലാൻഡ്സെറ്റ് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം അത് വീണ്ടും ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് പുള്ള് ചെയ്യുക. എന്നിട്ട് പ്രിക്കിംഗ് പോയിന്റ് ഏതാണോ വേണ്ടത് അതിലേക്ക് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ടെസ്റ്റ് സ്ട്രിപ്പ് നമ്മുടെ അഗാരോയുടെ ഗ്ലൂക്കോമീറ്റർ മെഷീനിലേക്ക് കണക്ട് ചെയ്യുക. അതിൻ്റെ ആരോ വരുന്ന ഭാഗം ഉള്ളിലേക്ക് വയ്ക്കുക. കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തെളിഞ്ഞ് വരും. എന്നിട്ട് നമ്മൾ വെച്ച സ്ട്രിപ്പിൻ്റെ കോഡ് കറക്റ്റ് ആണോ എന്ന് ഒന്ന് നോക്കുക, 252. എന്നിട്ട് നമുക്കതിൽ മോഡ് സെറ്റ് ചെയ്യാൻ പറ്റും, ബിഫോർ ഫാസ്റ്റിംഗ്, ആഫ്റ്റർ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ ഫിംഗർ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ശേഷം ഈ ഒരു ലാൻസിൻ ഡിവൈസ് വെച്ചിട്ട് ആ ഓറഞ്ച് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ബ്ലഡ് ഇങ്ങനെ വരും. എന്നിട്ട് ഈ ടെസ്റ്റിംഗ് സ്ട്രിപ്പിൽ ബ്ലഡ് വയ്ക്കുക. ഒരു 5 സെക്കൻഡ്സിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ റിസൾട്ട് തെളിഞ്ഞ് കാണുന്നതായിരിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കീറ്റോ ഹൈപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ കാണിക്കും. എങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ക്ലീൻ ചെയ്യാനായിട്ട് സ്ട്രിപ്പ് റിമൂവ് ചെയ്യുക. ഇതുപോലെ ലാൻസ് ഡിവൈസ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുക. സെറ്റ് ഇതുപോലെ ഒരു ക്യാരി കേസ് ഉണ്ട്, അതിലെല്ലാം പെറുക്കി സൂക്ഷിച്ച് വയ്ക്കുക. അതുകൊണ്ട് തന്നെ വെരി ഈസി ടു ക്യാരി. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടിരുന്നപ്പോഴേക്കും വേദ വന്നു. വേദ വന്നൊരു 3:30 മണിയായപ്പോൾ അടുത്ത് ട്യൂഷന് പോവാട്ടോ. ഇന്നിപ്പോൾ കുറേ ദിവസമായി തിരുമല ആംബ്രോസി വന്നു കേട്ടോ. കുറേ ദിവസം കൊണ്ട് വേദ ആംബ്രോസി കയറാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കുറച്ചൊക്കെ ഒന്ന് ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനെ കരുതിയിട്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് എഴുതി പാവൾ ഒരുപാട് ദിവസമായിട്ട് പറയുന്നത് പോലെ ഞാൻ നെട്ടയത്തും പോകുന്നുണ്ട്. ചീമയ്ക്ക് ക്രീം ബണ്ണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ആംബ്രോസിയിലെ ക്രീം ബണ്ണ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ എവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതിനെക്കാട്ടിയും ഏറ്റവും നല്ലൊരു ക്രീം ബണ്ണാണ് ആംബ്രോസിയിലുള്ളത്. അപ്പോൾ നമ്മൾ ബേക്കറിയിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങുമായിരുന്നു. ബേക്കറി എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രംകാർക്ക് അറിയാം, അല്ലാത്തവർക്ക് ബേക്കറി ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലം ട്രിവാൻഡ്രത്തുണ്ട് കേട്ടോ. അവിടെ ആംബ്രോസി ഉണ്ട്, അവിടെയൊക്കെ പോകുമ്പോൾ വാങ്ങുമായിരുന്നു. എല്ലാവരും സുപ്രീമിലെ ക്രീം ബണ്ണ് ഭയങ്കര ഹൈപ്പായിട്ട് പറയും. എനിക്കെന്നാൽ സുപ്രീമിൽ ക്രീം ബണ്ണ് ഇഷ്ടമല്ല. പക്ഷേ ആംബ്രോസിയിലെ ക്രീം ബൺ ഒരു മസ്റ്റ് ട്രൈ ക്രീം ബണ്ണാണ്. ആരൊക്കെയോ വാങ്ങിച്ച് കഴിച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശരിയാ ശ്രീകുട്ടി, ആംബ്രോസിയിലെ ക്രീം ബണ്ണ് വാങ്ങി കഴിച്ചു, നല്ലതായിരുന്നു എന്ന്. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആംബ്രോസിയിലെ ക്രീം ബണ്ണ് വാങ്ങുക. അവിടെ കയറിയപ്പോൾ ബൺ മസ്ക് ഇരിപ്പുണ്ട് കേട്ടോ. എന്തായാലും ക്രീം ബണ്ണ് വാങ്ങാമെന്ന് കരുതി. ചീമ ക്രീം ബണ്ണ് ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്രീം ബണ്ണ് മാത്രം വാങ്ങാനായിട്ട് കയറിയതാണ്. കയറിയപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ തിരുമല ആംബ്രോസി ഓപ്പൺ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് ഇങ്ങനെ ചുമ്മാ ഒന്നായിരിക്കുകയാണ്. അപ്പോൾ സ്വീറ്റ് ബണ്ണ് എന്ന് എഴുതി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇനി സ്വീറ്റ് ബണ്ണ് ക്രീം ബണ്ണാണോ? അപ്പോൾ നോക്കിയപ്പോൾ അല്ല, സാധാ ബണ്ണാണ് അതിൻ്റെ സ്വീറ്റ് ആയിട്ടുള്ളത്. പിന്നെ നോക്കിയപ്പോൾ എല്ലാ ആംബ്രോസിയിലുള്ള പോലെ എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ കരുതിയ കുഞ്ഞു ഷോപ്പായിരിക്കും, വലുതായിരിക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ വലിയ ഷോപ്പാട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി വലുതാണ്. ദേ ഇരിക്കുന്നു നമ്മുടെ ക്രീം ബൺ. അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നതാണ് ബൺ മസ്ക് കേട്ടോ. പിന്നെ കൊറിയൻ ബണ്ണ്, ആ ബണ്ണ്, ഈ ബണ്ണ് എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ നോക്കിയപ്പോൾ ക്രീം ബണ്ണിൻ്റെ ചെറുത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വലുത് വാങ്ങണ്ട, ചെറുത് വാങ്ങാമെന്ന് കരുതി. ഈ ചെറുതിനെക്കാട്ടി ടേസ്റ്റ് ആട്ടോ വലുത്. പിന്നെ ചെറുത് വാങ്ങി, കാരണം വലുത് വാങ്ങിയ ചീമ ഇപ്പം എല്ലാം കൊതി മാത്രമേ ഉള്ളൂ, ഒരു കടി അടിച്ചിട്ട് വേണ്ടാന്ന് പറയും. പിന്നെ അത് ഞാൻ കഴിക്കേണ്ടി വരില്ലേ എന്ന് കരുതിയിട്ടാണ് സത്യം പറഞ്ഞാൽ ചെറിയ ക്രീം ബണ്ണ് വാങ്ങിയത്. പിന്നെ ഒരു ബ്രൗണിയും കൂടി വാങ്ങിയായിരുന്നേ. ബ്രൗണി എനിക്കും വേദയ്ക്കും ചീമയ്ക്കൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ബ്രൗണി വാങ്ങി. വേദ ട്യൂഷന് വിട്ടിട്ട് ഞാൻ നേരെ നെട്ടയത്ത് വന്നു. ചീമയ്ക്ക് ഞാൻ ആംബ്രോസിയുടെ കവർ കൊണ്ടു കൊടുത്തു. അപ്പോൾ സന്തോഷമായി. എന്നും ഞാൻ വരുമ്പോൾ കൊച്ചു പിള്ളേർ അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കില്ല, കയ്യിൽ മിഠായി ഉണ്ടോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ചീമയും നോക്കിയിരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കരുതിയുന്നത് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാമെന്ന്. പിന്നെ അവൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുക ഒന്നുമില്ല. ഒരു കാര്യത്തിനോടും ഒരു നിർബന്ധമില്ല, ഒന്നുമില്ല. പക്ഷേ കിട്ടിയാൽ സന്തോഷം, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ കഴിക്കും പോലെ ഒന്നും അവൾ കഴിക്കത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ആദ്യം ബ്രൗണി തന്നെ എടുക്കുകയാണ്. ഞാനാണെങ്കിൽ പൊട്ടിക്കടി എന്ന് പറഞ്ഞ് നിൽക്കണം. അവളാണെങ്കിൽ സ്ലോ മോഷനിൽ ഇരുന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം രാവിലെ മുതലൊന്നും കഴിച്ചില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശപ്പല്ല കേട്ടോ, ഒരു തരം ക്ഷീണം. കണ്ണൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതുപോലെ അടങ്ങി വരികയാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ വസ്ത്രയുടെ ആ ഒരു ചൂടങ്ങ് കുറഞ്ഞു കേട്ടോ. ഇനി അടുത്ത വീഡിയോസ് ഇടുമ്പോഴായിരിക്കും അടുത്ത ഒരു ചൂട് ഉണ്ടാവുന്നത്. ഇപ്പോൾ എന്തെങ്കിലും തൽക്കാലം കളക്ഷൻസ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഉടനെ എങ്ങും വീഡിയോസ് ഉണ്ടാവില്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവേ. ബ്രൗണി ഓപ്പൺ ചെയ്തപ്പോൾ തല തിരിഞ്ഞ് ബ്രൗണി ആയിപ്പോയി. ബ്രൗണിയുടെ മുകളിലൊരു ചോക്ലേറ്റ് കോട്ടിങ് ഉണ്ടായിരുന്നു, അത് തിരിഞ്ഞ് പോയി കേട്ടോ. അങ്ങനെ ചീമ അതിനെ മടക്കി വെച്ചിട്ട് ഇപ്പുറ സൈഡ് ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ബ്രൗണി കഴിച്ചു. കൊള്ളാവൂടി എന്ന് ചോദിച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. വാവ്, അടിപൊളി ബ്രൗണി കേട്ടോ. പണ്ട് വേദയ്ക്കൊരു 2 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് എന്തോ ഞങ്ങൾ സ്ഥിരം ബ്രൂസിയുടെ ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കേക്ക് വാങ്ങി, ബർത്ത്ഡേ കേക്ക് വാങ്ങി.
പക്ഷേ അതിൽ ഒരു പേപ്പറിൻ്റെ പീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വലുതായിട്ട് ആംബ്രോസിയയിൽ കയറില്ല. പക്ഷേ ഞാൻ അവിടെ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അവർ ക്യാഷ് എല്ലാം റീഫണ്ട് ചെയ്തു. അതൊന്നും വേറെ കുഴപ്പമില്ല. അവിടെ സർവീസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, നല്ലതാണ്. ആ പേപ്പർ പീസ് കണ്ടതുകൊണ്ട് എനിക്ക് അതിന് ശേഷം വാങ്ങാനൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എങ്കിലും ഇങ്ങനെ പോകുമ്പോൾ സുപ്രീമിനെക്കാട്ടി എനിക്കിഷ്ടം ആംബ്രോസിയാണ്. ആംബ്രോസി കയറി വാങ്ങാറൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ക്രീം ബണ്ണും കഴിച്ചു. ക്രീം ബണ്ണും സൂപ്പർ, വാവ്. ക്രീം ബണ്ണും അത് എന്താണ് ബ്രൗണിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. എന്നിട്ട് അമ്മയുടെ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാലല്ലേ വയറ് ശരിക്കും നിറയത്തുള്ളൂ. അങ്ങനെ വന്ന് കിച്ചണിൽ അരിച്ചപ്പോഴേക്കും പയറ് തോരനുണ്ട്, മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, കപ്പ എന്തോ ഒരു സാധനം കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തൊന്നും ഈ കപ്പ കൊണ്ടാട്ടമൊന്നുമില്ല. ഇതൊക്കെ എവിടെയെങ്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാക്കുന്ന പരീക്ഷണം കേട്ടോ. പക്ഷേ സംഭവം കൊള്ളായിരുന്നു. എനിക്ക് ഈ ഇളക്കിയ കപ്പയാണ് ഇഷ്ടം, അതായത് കറി വെച്ച കപ്പയാണ് ഇഷ്ടം. പിന്നെ രാവിലെ പൂരിക്കുണ്ടാക്കിയ കറി ഉണ്ടായിരുന്നു. ഞാനിതൊന്നും എടുത്തില്ല. ഞാൻ പയറ് തോരനും മീൻ കറിയാണ് എടുത്തത്. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. വെറും ചോറും പയറ് തോരനും ചമ്മന്തിയും അച്ചാറും വെച്ച് കഴിക്കണം, എന്തോ ടേസ്റ്റാണെന്നറിയോ. അല്ലെങ്കിൽ മീൻ കറിയും പയറ് തോരനും വെച്ച് കഴിക്കണം. പക്ഷേ ഇന്നത്തെ മീൻ കറി അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ല, പയറ് തോരനും വെച്ച് വരവേ കഴിച്ചപ്പോൾ കുഴപ്പമില്ല. എങ്കിലും ഒരു ഒന്നും കഴിക്കാതിരുന്ന് ആ ചോറൊക്കെ കഴിച്ച് ശരിക്കും പറഞ്ഞാൽ ആ ബ്രൗണിയും ക്രീം ബണ്ണും ഒക്കെ കഴിച്ചപ്പോഴേക്കും വയറ് ഓൾമോസ്റ്റ് ഫുള്ളായി. എങ്കിലും ഇതുകൂടെ കഴിക്കാനുള്ള കൊതിയുള്ളത് കൊണ്ടാണ് കഴിക്കുന്നത്. മോന്ത നിറച്ച് ക്രീം ബണ്ണ് കഴിച്ച് എൻ്റെ ക്രീം കേട്ടോ, നിങ്ങൾ കാര്യമാക്കണ്ട. അങ്ങനെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ചോറും കറികളും കഴിച്ചപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം കൂടി വന്നു കേട്ടോ. പിന്നീടൊന്നും കഴിക്കാൻ തോന്നിയിട്ട്. പിന്നീട് വീട്ടിൽ ചിപ്സും അച്ചപ്പമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, ചീമയുടെ ആമാടപ്പെട്ടി നിറച്ച്. പക്ഷെ അതൊന്നും കഴിക്കാനുള്ള സ്ഥലം വയറിലുണ്ടായിരുന്നില്ല. കഴിച്ചിട്ട് ഇനി ഒരു 6:30 മണിയാകുമ്പോൾ ഞാൻ വേദയെ പോയി വിളിക്കും. ഇന്ന് വന്നപ്പോഴും കുറച്ച് കൊറിയേഴ്സ് കൊടുക്കാനുണ്ടായിരുന്നു, വട്ടിയൂർക്കാവ് ആ ഏരിയയിലെല്ലാം. ഇനി പോകുമ്പോഴും കൊടുക്കാനുണ്ട്, മറന്നുപോയി 1-2 എണ്ണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.